നമ്മളെല്ലാവരും വിവിധ തരത്തിലുള്ള ജോലി ചെയ്യുന്ന ആളുകളാണ്. മെയിനായിട്ട് ഒരു ഇൻകം ഏൺ ചെയ്യുക. ഈ ഏൺ ചെയ്ത ഇൻകത്തിൽ ഒരു പോർഷൻ നമ്മളുടെ ജീവിത ചെലവിന് വേണ്ടിയിട്ട് മാറ്റിവെച്ച് മറ്റൊരു പോർഷൻ സേവ് ചെയ്ത് അത് പ്രോപ്പറായിട്ടുള്ള രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്ത് നമുക്ക് ഏതെങ്കിലും ഫൈനാൻഷ്യൽ ഗോളുകളുണ്ടെങ്കിൽ ആ ഗോളുകൾ അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുക. ഇതാണ് ബേസിക്കായിട്ടും നമ്മളിൽ മിക്കവാറും എല്ലാവരും ചെയ്യുന്നത്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എങ്ങനെയാണ് നമുക്കൊരു പാസീവ് ഇൻകം ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നത്, അതോടൊപ്പം തന്നെ നമ്മൾക്ക് ആവശ്യമുള്ള സാഹചര്യത്തിൽ എങ്ങനെയാണ് ഇതേപോലെ ക്രിയേറ്റ് ചെയ്ത പാസീവ് ഇൻകം നമ്മളുടെ ഫൈനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. നോർമലി നമ്മൾ പാസീവ് ഇൻകം കിട്ടുവാനുള്ള സോഴ്സ് ക്രിയേറ്റ് ചെയ്യുന്നതിന് നമ്മൾ എഫേർട്ട് എടുക്കേണ്ട ആവശ്യമുണ്ട്. ഒരിക്കൽ നമ്മൾ എഫേർട്ട് എടുത്ത് പാസീവ് ഇൻകത്തിനുള്ള ഡെപ്പോസിറ്റുകൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ സ്ട്രെയിൻ ഇല്ലാതെ, നമ്മളെ അറിവില്ലാതെ തന്നെ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഒരു ഇൻകം ലഭിച്ചുകൊണ്ടിരിക്കും. ഇങ്ങനെയുള്ള ഇൻകങ്ങളെയാണ് സാധാരണയായിട്ട് പാസീവ് ഇൻകം എന്ന് പറയുന്നത്. എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, നിങ്ങൾ ബാങ്കിൽ നടത്തിയിരിക്കുന്ന നിക്ഷേപത്തിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്ന ഇൻകം, എങ്കിലും പ്രോപ്പർട്ടികൾ നിങ്ങൾ റെൻറ്റിന് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് നിങ്ങൾക്ക് റെഗുലറായിട്ട് ലഭിക്കുന്ന ഇൻകം, ഡിവിഡൻഡ് പേയിങ് കമ്പനികളുടെ ഷെയറുകളിലുള്ള നിക്ഷേപം, പെൻഷൻ, ഇൻഷുറൻസ് കമ്പനികളുടെ ആനുവിറ്റി അല്ലെങ്കിൽ പെൻഷൻ പ്ലാനുകളിൽ നിന്ന് നിങ്ങൾക്ക് റെഗുലറായിട്ട് അല്ലെങ്കിൽ ലൈഫ് ലോങ് ലഭിക്കുന്ന ഇൻകം, NPS നാഷണൽ പെൻഷൻ സിസ്റ്റത്തിൽ നിന്നുള്ള ഡെപ്പോസിറ്റിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്ന റെഗുലറായിട്ടുള്ള ഇൻകം, NRIസിനെ സംബന്ധിച്ചിടത്തോളം അവർ പ്രവാസി ഡിവിഡൻഡ് സ്കീമിൽ അംഗങ്ങളാണെങ്കിൽ അവരുടെ ലൈഫ് ലോങ് അവർക്ക് പ്രവാസി ഡിവിഡൻഡ് സ്കീമിൽ നിന്ന് ലഭിക്കുന്ന ഇൻകം, പ്രവാസി പെൻഷൻ സ്കീമിൽ നിന്ന് ലഭിക്കുന്ന പെൻഷൻ എമൗണ്ട്, മന്ത്ലി ഇൻകം നമുക്ക് ലഭിക്കുന്ന പോസ്റ്റ് ഓഫീസ് സ്കീമുകളോ അല്ലെങ്കിൽ സീനിയർ സിറ്റിസൺ സ്കീമിൽ നിന്നോ നമുക്ക് റെഗുലറായിട്ട് ലഭിക്കുന്ന ഇൻകം, മ്യൂച്വൽ ഫണ്ടുകളുടെ സിസ്റ്റമാറ്റിക് വിഡ്രോവൽ പ്ലാൻ മുഖാന്തരം നമുക്ക് ലഭിക്കുന്ന ഇൻകം, ഇതേപോലെയുള്ള ഇൻകങ്ങളെയാണ് സാധാരണയായിട്ട് പാസീവ് ഇൻകം നമുക്ക് പറയുന്നത്. ഇത് കൂടാതെ തന്നെ പാസീവ് ഇൻകം ജനറേറ്റ് ചെയ്യാനായിട്ട് ഒരുപാട് വഴികളുണ്ട്. ഈ വീഡിയോ മെയിനായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് ഇൻവെസ്റ്റ്മെൻറ്റുകൾ നടത്തി അതിൽ നിന്ന് ഒരു പാസീവ് ഇൻകം നേടാമെന്നുള്ളതിനെ കുറിച്ചാണ്. അതിനാലാണ് ഫൈനാൻസ് റിലേറ്റഡ് ആയിട്ടുള്ള സോഴ്സിൽ നിന്നുള്ള ഇൻകം മാത്രം ഇവിടെ മെൻഷൻ ചെയ്യുന്നത്. ഞാൻ ആദ്യമേ പറഞ്ഞു, പാസീവ് ഇൻകം നമുക്ക് അധികം എഫേർട്ട് ഇല്ലാതെ അതേപോലെ റെഗുലറായിട്ട് നമുക്ക് ലഭിക്കാൻ പോകുന്ന ഒരു ഇൻകമാണ്. പക്ഷേ ഇൻകം നമുക്ക് ലഭിക്കാനുള്ള സോഴ്സ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നതിന് ബേസിക്കായിട്ട് നമ്മൾ ചില എഫേർട്ടുകൾ എടുക്കണം. എക്സാമ്പിളായിട്ട് നിങ്ങൾക്ക് ഇൻഷുറൻസ് കമ്പനികളിൽ നിന്ന് ആനുവിറ്റി ലഭിക്കണമെങ്കിൽ ഇനീഷ്യലായിട്ട് നിങ്ങൾ അവിടെ ഒരു എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യേണ്ടതുണ്ട്. NPSൽ നിന്ന് 60 വയസ്സ് കഴിയുമ്പോൾ നിങ്ങൾക്ക് ആനുവിറ്റി പെൻഷൻ ലഭിക്കണമെങ്കിൽ നിങ്ങൾ 60 വയസ്സ് വരെയും കണ്ടിന്യൂസ് ആയിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്ത് അവിടെ ഒരു കോർപ്പസ് ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. പെൻഷനിൽ നിന്ന് നിങ്ങൾക്ക് പാസീവായിട്ടുള്ള ഒരു ഇൻകം ലഭിക്കണമെങ്കിൽ നിങ്ങൾ 55 വയസ്സ് വരെയോ അല്ലെങ്കിൽ 60 വയസ്സ് വരെയോ ഏതെങ്കിലും സ്ഥാപനത്തിൽ, പെൻഷൻ നൽകുന്ന സ്ഥാപനങ്ങളിൽ വർക്ക് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ മെൻഷൻ ചെയ്തത്, പാസീവായിട്ടുള്ള ഒരു ഇൻകം ലഭിക്കണമെങ്കിൽ അതിന് നമ്മൾ ഇനീഷ്യലായിട്ടുള്ള എഫേർട്ടുണ്ട് അല്ലെങ്കിൽ ഇനീഷ്യലായിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകളുണ്ട്. എല്ലാവരുടെയും ജീവിതത്തിൽ പാസീവ് ഇൻകത്തിന് വലിയ പ്രാധാന്യമുണ്ട്. ഷെയർ ട്രേഡ് ചെയ്യുന്ന വ്യക്തികളാകാം, മ്യൂച്വൽ ഫണ്ടുകളിലും മറ്റും നിക്ഷേപം നടത്തുന്ന വ്യക്തികളാകാം, അല്ലെങ്കിൽ നിങ്ങൾ സാലറി വാങ്ങി വർക്ക് ചെയ്യുന്ന വ്യക്തികളാകാം. ഇപ്പം ഇങ്ങനെയുള്ള ആക്ടിവിറ്റികളിൽ നിന്ന് ജനറേറ്റ് ചെയ്യുന്ന ഇൻകം പ്രോപ്പറായിട്ടുള്ള രീതിയിൽ നിങ്ങൾക്കൊരു പാസീവ് ഇൻകം ലഭിക്കുന്ന സോഴ്സിൽ നിക്ഷേപം നടത്തിയാൽ മാത്രമാണ് നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ അതിൽ നിന്ന് റെഗുലറായിട്ടുള്ള ഒരു ഇൻകം ലഭിക്കുകയുള്ളൂ. ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവർ വെൽത്ത് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അവർ വെൽത്തിൻ്റെ ഒരു പോർഷൻ നമുക്ക് പാസീവായിട്ട് ഇൻകം ലഭിക്കുന്ന സെക്യൂരിറ്റികളിലും ഇൻവെസ്റ്റ്മെൻറ്റുകളിലും നിക്ഷേപം നടത്തുന്നതിൻ്റെ അത്യാവശ്യമുണ്ട്. ഇതേപോലെ ക്രിയേറ്റ് ചെയ്യുന്ന പാസീവ് ഇൻകത്തിന് ഒരുപാട് അഡ്വാൻറ്റേജസ് ഉണ്ട്. നമുക്കൊരു ഫൈനാൻഷ്യൽ സെക്യൂരിറ്റി നമുക്ക് തരുന്നു. നമുക്ക് ഫ്യൂച്ചറിലേക്ക് ഒരു റെഗുലറായിട്ടുള്ള ഒരു ഇൻകം ലഭിക്കുന്ന സെക്യൂരിറ്റികളിൽ നമ്മൾ നിക്ഷേപങ്ങൾ നടത്തി കഴിഞ്ഞാൽ അത് നമുക്ക് ഫൈനാൻഷ്യലായിട്ടുള്ള ഒരു സെക്യൂരിറ്റി അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു കോൺഫിഡൻസ് നമുക്ക് നൽകുന്നു. പാസീവ് ഇൻകത്തിനുള്ള സോഴ്സ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫർദറായിട്ട് വർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് നമ്മുടെ ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് വർക്ക് ചെയ്യുകയോ വർക്ക് ചെയ്യാതിരിക്കുകയോ ചെയ്യാം. നമ്മൾ എവിടെയെങ്കിലും സാലറീഡ് ആയിട്ടുള്ള ഒരു എംപ്ലോയി ആണെങ്കിൽ തീർച്ചയായിട്ടും വർക്കിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻ അനുസരിച്ച് കാലത്ത് 9 മണി മുതലോ 5 മണി വരെയോ നിങ്ങൾ വർക്ക് ചെയ്യേണ്ടതായിട്ടുണ്ടാവും. ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും നിങ്ങൾക്ക് സാലറി ലഭിക്കണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ 9 മണി മുതലോ 5 മണി വരെയോ ആ സ്ഥാപനത്തിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻ അനുസരിച്ച് വർക്ക് ചെയ്യേണ്ടതുണ്ട്. നിങ്ങളൊരു പാസീവ് ഇൻകം ലഭിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് ലഭിക്കുന്ന ഫ്രീഡം എന്ന് പറയുന്നത്
നിങ്ങൾക്ക് ഇഷ്ടമുള്ള ജോലികൾ നിങ്ങൾക്ക് ചെയ്യാം. കാരണം നിങ്ങൾക്ക് ഫ്യൂച്ചറിലേക്ക് വേണ്ട ഒരു ഇൻകം നിങ്ങൾ ഓൾറെഡി ക്രിയേറ്റ് ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ കൂടുതലായിട്ട് എഫേർട്ട് എടുക്കേണ്ട ആവശ്യമില്ല. അഥവാ നിങ്ങൾക്ക് മറ്റുള്ള രീതിയിൽ നിന്ന് ഇൻകം ജനറേറ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല എങ്കിൽ തന്നെയും നിങ്ങളിവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന പാസീവ് ഇൻകം ലഭിക്കാനുള്ള സോഴ്സിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്ന ഇൻകം അത് നിങ്ങൾക്ക് ബേസിക്കായിട്ട് തരുന്നത് ഒരു പീസ് ഓഫ് മൈൻഡാണ്, മനസമാധാനമാണ് തരുന്നത്. പാസീവ് ഇൻകത്തിലൂടെ നമുക്ക് ചെയ്യാവുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് വെൽത്ത് ബിൽഡിംഗ് ആണ്. ഇപ്പോൾ നിങ്ങൾ 30-40 വയസ്സുള്ള ഒരു വ്യക്തിയാണ്, നിങ്ങൾ റെഗുലറായിട്ട് ഏൺ ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾ പാസീവ് ഇൻകം കിട്ടാനുള്ള സോഴ്സ് നിങ്ങൾ ചെയ്തു വെച്ചാൽ തന്നെയും അതിൽ നിന്ന് റെഗുലറായിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്ന ഇൻകം നിങ്ങൾക്ക് ആവശ്യമില്ല എങ്കിൽ ഫർദറായിട്ട് റീഇൻവെസ്റ്റ് ചെയ്യാനും പറ്റും. എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നിങ്ങൾ കമ്പനികളുടെ ഷെയറുകളിലും മറ്റും ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാവാം, റെഗുലറായിട്ട് ഡിവിഡൻഡ് കൊടുക്കുന്ന കമ്പനികളുണ്ടാവാം. അങ്ങനെ ലഭിക്കുന്ന ഡിവിഡൻഡ് നിങ്ങൾക്ക് ഫർദറായിട്ട് റീഇൻവെസ്റ്റ് ചെയ്ത് കൂടുതൽ വെൽത്ത് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. നമ്മൾ ഒരു സോഴ്സിൽ നിന്നുള്ള ഇൻകത്തെ ഡിപ്പെൻഡ് ചെയ്യുന്നത് വളരെ റിസ്കി ആയിട്ടുള്ള കാര്യമാണ്. ഏതെങ്കിലും സാഹചര്യത്തിൽ ആ ഇൻകം സ്റ്റോപ്പായാൽ നമ്മുടെ ഫർദറായിട്ടുള്ള ഫിനാൻഷ്യൽ നീഡുകൾ നമുക്ക് മീറ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല. എപ്പോഴും നിങ്ങൾ പാസീവ് ഇൻകം ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതും ഡൈവേഴ്സിഫൈഡ് ആയിരിക്കണം. ഒരു സോഴ്സിൽ നിന്ന് മാത്രം ഫ്യൂച്ചറിലേക്കുള്ള ഇൻകം കിട്ടാനായിട്ടുള്ള രീതിയിൽ നിങ്ങൾ പ്ലാൻ ചെയ്യരുത്. ഈവൻ പല സെക്യൂരിറ്റികളിലും പല അസറ്റ് കാറ്റഗറിയിലുള്ള സെക്യൂരിറ്റികളിലും നിക്ഷേപം നടത്തി ഒരു ഡൈവേഴ്സിഫിക്കേഷൻ നിങ്ങളവിടെ ഉറപ്പുവരുത്തണം. പാസീവായിട്ടുള്ള ഇൻകം ബേസിക്കലി നമുക്ക് ആവശ്യമായിട്ട് വരുന്നത് നമ്മുടെ റിട്ടയർമെൻറ്റിൻ്റെ സമയത്താണ്. റിട്ടയർമെൻറ്റ് സമയത്ത് കണ്ടിന്യൂസ് ആയിട്ടും അൺഇൻറ്ററപ്റ്റഡ് ആയിട്ടും നമുക്കൊരു ഇൻകം ലഭിക്കണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ മുൻകൂർ പ്ലാൻ ചെയ്യേണ്ട ആവശ്യമുണ്ട്. നിങ്ങൾ ഫൈനാൻഷ്യൽ പ്ലാനിങ് ചെയ്യുമ്പോൾ, നിങ്ങൾ ഇൻവെസ്റ്റ്മെൻറ്റുകൾ നടത്തുമ്പോൾ നിങ്ങൾക്ക് ഫ്യൂച്ചറിലേക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ റിട്ടയർമെൻറ്റിന് ശേഷം നിങ്ങൾക്ക് റെഗുലറായിട്ടും കണ്ടിന്യൂസ് ആയിട്ടും അൺഇൻറ്ററപ്റ്റഡ് ആയിട്ടും ഇൻകം ലഭിക്കാവുന്ന സോഴ്സുകളിൽ നിക്ഷേപങ്ങൾ നടത്തണം. അതോടൊപ്പം നിങ്ങൾ ഈ നടത്തുന്ന നിക്ഷേപങ്ങൾ ടാക്സ് എഫിഷ്യൻറ്റും ഇൻഫ്ലേഷൻ അഡ്ജസ്റ്റഡും ആയിരിക്കണമെന്ന് നിങ്ങൾ ഉറപ്പുവരുത്തണം. ഇതേപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോകൾ യഥാസമയം നിങ്ങൾക്ക് എത്തണമെങ്കിൽ ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവരുടെ അറിവിലേക്ക് ഷെയർ ചെയ്യുക. ഇതേപോലെ യൂസ്ഫുള്ളും ഇൻഫോർമേറ്റീവുമായിട്ടുള്ള മറ്റൊരു വീഡിയോയുമായിട്ട് മറ്റൊരവസരത്തിൽ കാണുന്നവരെ നന്ദി, നമസ്കാരം.